എല്ലാവരും കണ്ടോ ഇങ്ങനത്തെ സാധനം കൊണ്ടാണ് പോകുന്നത്. മുമ്പിൽ പോകുന്ന വണ്ടിയും ഈ വണ്ടിയും എല്ലാവരും അവർക്ക് വേണ്ടുന്ന സാധനം സ്വന്തം കൊണ്ടുപോകാം കേട്ടോ. പെട്ടി ഓട്ടോസ് വിളിച്ച് കൊണ്ടുപോകുന്ന പരിപാടിയൊന്നും ഇല്ല ഇവിടെ. നമുക്ക് രാവിലെ ചെറുങ്ങനെ പണി കിട്ടി കേട്ടോ. നമ്മുടെ ടാക്കോ വീണ്ടും പൊട്ടി കേട്ടോ. ഡീസൽ അടിയൊക്കെ നമ്മൾ സ്വന്തമാണ് കേട്ടോ. ടാക്കോ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. ടാക്കോ ഇപ്പോഴും നമ്മൾ ഓടുന്ന സമയം മാത്രമേ കാണിക്കുന്നുള്ളൂ. റെസ്റ്റ് എടുക്കാനോ ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ ചോറിട്ടിട്ടുണ്ട് കേട്ടോ ഉച്ചക്കത്തേക്കുള്ള. ഓടാൻ അധികം സമയമില്ല. ഇനിയിപ്പോൾ കുറച്ച് സമയം ഓടാനുള്ളൂ. വീണ്ടും പറയാം, ഈ സാധനം ഉപയോഗിക്കുന്ന ഇതിനു വേണ്ടിയാണ് കേട്ടോ. ഹായ്, എന്നിട്ട് സുഖമല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇറ്റലി ഉണ്ട് കേട്ടോ. ബെൽജിയത്തേക്കാണ് കേട്ടോ ട്രിപ്പ്. നമ്മളങ്ങനെ രാവിലെ എണീറ്റ് കേട്ടോ. പക്ഷെ നമ്മൾ ഇന്നലെ പോലീസ് കൊണ്ട് നമ്മുടെ വണ്ടി എണീപ്പിച്ചു വിട്ടു. നമ്മൾ ഇന്നലെ ഇവിടെ ആയിരുന്നു കിടന്നത്. കാണിച്ചു തന്നില്ലേ നമ്മുടെ വണ്ടി കേട്ടോ. നമ്മുടെ ചെക്കൻ നമുക്ക് രാവിലെ ചെറുങ്ങനെ പണി കിട്ടി കേട്ടോ. പോലീസ് വന്നിട്ട് നമ്മളെ വണ്ടി മാറ്റിച്ചു. അതായത് വേറൊരു വണ്ടിയും കൂടി ബേക്കിൽ കൊണ്ടുവച്ചു. എന്നിട്ട് വണ്ടി മുന്നോട്ട് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വണ്ടി മുന്നോട്ട് വെക്കുക. ടാക്കോ വയലേഷൻ ആവാണ്ട് ചെറുങ്ങനെ വണ്ടി മുന്നോട്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ ടാക്കോ വീണ്ടും പൊട്ടി കേട്ടോ. അത് ടൈമറൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. മറ്റേ ഇതുണ്ട് ടാക്കോ ഡ്രൈവ് ടൈമറില്ലേ, അത് വർക്ക് ചെയ്യുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഇത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഞാൻ പറന്ന് പോലീസിൻ്റെ അടുത്തെത്തിയിട്ട് അവർ സ്ഥലം വിട്ടു. അവർ പോയി. അതുകൊണ്ട് ഇതിനകത്തൊന്നും എഴുതി മേടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. സാധാരണ ഇതിനകത്ത് എഴുതി മേടിക്കുമായിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എഴുതി മേടിക്കാൻ പറ്റിയില്ല. നാളെ രാവിലെ 9 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇനി വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. ചങ്ങയൊന്നും അപ്പുറേ പോയില്ല. എന്താകുമ്പോൾ സാധാരണ അപ്പുറേ പോകാറുണ്ട് എല്ലാവരും. രാവിലെ എല്ലാം മഴ കേട്ടോ. A22-ലാണുള്ളത്. നമ്മളിപ്പോൾ A22 കഴിയാൻ പോവാട്ടോ. ഇപ്പോൾ ഏകദേശം മഴയൊക്കെ വിടാട്ടെ. അപ്പം വണ്ടിയൊന്നും കയറുന്നേ ഇല്ല. ചെറിയൊരു കയറ്റമാണ്. നല്ല മഴ. രാവിലെ തന്നെ തകർത്ത് പെയ്യും കേട്ടോ മഴ. നല്ല സ്ഥലമല്ലേ, അടിപൊളി. 48-ലാ. സ്പീഡ് വളരെ കുറവാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇന്നലത്തെ റെസ്റ്റൊക്കെ പൊട്ടിയിട്ടാണുള്ളത്. ഇപ്പോഴും ഇതിനകത്ത് കാണിക്കുന്നത് റെസ്റ്റ് എടുക്കാനാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് ടണലാട്ടോ. ഇത് കഴിഞ്ഞാൽ നേരെ ഓസ്ട്രിയ കയറുന്നത്. ഓസ്ട്രിയ കയറി കേട്ടോ. അവിടെ ഒരു കൺട്രോളേ ഉണ്ട്. ഓസ്ട്രിയൻ്റെ കൺട്രോളൊക്കെ ഇവിടെ റോട്ടിൽ തന്നെ ആക്കി കേട്ടോ. താഴെ കൂടെ കണ്ടോ ട്രെയിൻ പോകുന്നത്. ഇവിടുത്തെ ലോക്കൽ ട്രെയിനാന്ന് തോന്നുന്നു. അതും ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. റോഡിൻ്റെ അതുണ്ട പാലം കണ്ട ആക്കി വെച്ചിരിക്കുന്നു. പാലത്തിൻ്റെ തൂണൊക്കെ കണ്ട. ഇതിലൊക്കെ സ്പീഡിൽ പോയാലും മിക്കവാറും പാലമൊക്കെ പൊളിഞ്ഞ് താഴെ പോകും. നല്ല ഹൈറ്റിലുള്ള സ്ഥലം കേട്ടോ. അതുകൊണ്ടാണ് ഈ കോട ഇങ്ങനെ. ചുറ്റും കോടയാണ്. 40 കിലോമീറ്റർ സ്പീഡ് പരിധി കേട്ടോ ഇവിടെ. നല്ല മഴയും. ഇവിടെ ഒരു ടോളുണ്ട് കേട്ടോ. ആ ടോളിൻ്റെ അടുത്ത് ഫുള്ള് ബ്ലോക്കാണ്. നമ്മളിപ്പം ബ്ലോക്കിൽ കിടക്കുക. ഇന്നലെ അവിടെ കിടന്നപ്പോൾ നമ്മളെ രാത്രി ഒരു 12:30 ആയപ്പം വന്ന് പോലീസ് പറഞ്ഞു മുന്നോട്ടാക്കാൻ പറഞ്ഞു വണ്ടി കേട്ടോ. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ബേക്കിൽ 2 വണ്ടി എൻ്റെ ബേക്കിൽ കൊണ്ടുവച്ചു. അപ്പോൾ അതുകൊണ്ട് പോലീസുകാരൻ ശരിക്കും പറഞ്ഞാൽ അവനെ എടുപ്പിച്ച് വിട്ടാൽ മതിയായിരുന്നു. പക്ഷേ നമ്മളോട് വണ്ടി മുന്നോട്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ മുന്നോട്ടാക്കി. ഇതിൻ്റെ ടാക്കോൻ്റെ ഒരു ജാമറുണ്ട്, ഒരു കുറച്ച് മുന്നോട്ടാക്കാം. ആ സംഭവം വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അത് സംഭവം റെസ്റ്റ് പൊട്ടി. അപ്പം രാവിലെ ഇപ്പോൾ എന്താണ് എടുത്തിട്ട് പോകുന്നു. ഞാൻ വേറെ വഴിയൊന്നുമില്ല. ഞാൻ 1 മണിക്കൂർ എക്സ്ട്രാ എടുത്തിട്ട് ഇങ്ങ് പോന്നു. ബാക്കി ഇനി പോലീസ് പിടിക്കുമ്പോൾ അറിയാം. ഫൈൻ കിട്ടും, കിട്ടാണ്ടിരിക്കൂല കേട്ടോ. ഉറപ്പായിട്ടും കിട്ടും. നല്ല ബ്ലോക്കാണ്. വണ്ടി ഓഫാക്കി കേട്ടോ. നമ്മളെ ഒരു 5 മിനിറ്റ് പോലും ആയില്ല കേട്ടോ ഇത് വണ്ടി ഓഫാക്കിയിട്ട്. അന്നേരത്തെ ഇങ്ങനെ കോടയൊക്കെ പിടിച്ചു ഗ്ലാസ്സിൽ. എന്താ ചെറുതായിട്ടിങ്ങനെ
ഫസ്റ്റ് വന്ന് ചാടി അപ്പോൾ തുടങ്ങിയ ബ്ലോക്കാണ്. ഇതുവരെ ഒന്നും കര കയറി കിട്ടിയിട്ടില്ല. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ അങ്ങ് മൂവായി പോകുന്നുണ്ട് കേട്ടോ. അപ്പറൊക്കെ ബ്ലോക്കാണ് കണ്ടോ. ഒരു ഫോറിൻ ടിക്കറ്റ് ഇട്ട് വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ചവിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ അപ്പുറത്തെ വണ്ടി എല്ലാം ഫോറിൻ ടിക്കറ്റ് ഇടുന്നുണ്ടോ. നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡീസൽ അടിക്കാനുണ്ട്. ഡീസൽ അടിച്ചിട്ട് വേണം ഇനി പോകാൻ വേണ്ടി. ഇതുണ്ടോ ഒരു മലയെല്ലാം നിൽക്കുന്നത് ഇപ്പം വേണ്ട. ഭയങ്കര മലകളാണ് കേട്ടോ ഇവിടെ, ഭയങ്കര സൈസ് മലകൾ. നമുക്കിനി മുഞ്ചൻ വഴിയാ പോകണ്ട കേട്ടോ. മുഞ്ചൻ മ്യൂഷൻ, അതുപോലെ മുയോണിക്ക്. മഴയ്ക്കൊരു കുറവില്ല, നല്ല മഴയാണ്. മല കണ്ട കിടിലം മലയാണ്. ഫുള്ള് മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളുടെ ഇടയ്ക്ക് കൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് പോവാട്ടോ. കണ്ട താഴെ കണ്ട നല്ല അടിപൊളി സ്ഥലമാണ്. വെറുതെ കിടക്കും കേട്ടോ. അത് കൃഷിസ്ഥലമായിരിക്കും, കൃഷിസ്ഥലമാണ്, പുല്ല് കൃഷി ചെയ്തതിൻ്റെ കേട്ടോ. രണ്ട് സൈഡും അടിപൊളിയായി, ബ്ലോക്കുകളൊന്നും ഇല്ല. കാറൊക്കെ കണ്ടോ എല്ലാവരും സ്ലോ ആക്കി. അല്ലെങ്കിൽ കാറുകാരിങ്ങനെ നല്ല പോവുക, വെടിയും പോകുന്ന പോലെ പോകും. ഇപ്പോൾ ഡീസൽ അടിക്കാൻ വേണ്ടിയുള്ള ലൊക്കേഷനിലേക്കായി പോകുന്നത് കേട്ടോ. ഇവിടുന്ന് എക്സിറ്റ് ഇറങ്ങി. ഈ പമ്പിൽ ഞാൻ പോയിട്ടില്ല എന്ന് തോന്നി. ഇത് പുതിയൊരു പമ്പാന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഡീസൽ അടിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പമ്പിലെത്തി. നമ്മളിപ്പോൾ പമ്പിൽ നിന്ന് ഡീസൽ അടിയൊക്കെ നമ്മൾ സ്വന്തമാണ് കേട്ടോ. ഇതൊരു പുതിയ പമ്പാണ് കേട്ടോ. ഇത് ഏതാ പമ്പെന്ന് എനിക്കറിയത്തില്ല. ഇതാദ്യമായിട്ട് ഈ ലൊക്കേഷൻ തന്നതാണ്. ആഡ്ബിൾ അടിക്കുന്ന കേട്ടോ. ഡീസലൊക്കെ അടിച്ച് കഴിഞ്ഞു, ഇപ്പോൾ ആഡ്ബിൾ അടിക്കുന്നു. ഇതുവരെ ഇവിടെ വന്നിട്ടില്ല കേട്ടോ. ഇതൊരു റോഡിൻ്റെ ഒക്കെ സൈഡിലായിട്ടുള്ള പമ്പാണ്. ഞാൻ അവിടെ പാർക്ക് ചെയ്തിട്ട് ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. വലിയ കുഴപ്പമില്ലാത്തൊരു പമ്പ് കേട്ടോ. നമ്മുടെ ഗ്യാസിന് ചെറിയ പണി കിട്ടിപ്പോയി കേട്ടോ. ഞാൻ ഇവിടെ വെച്ചിരുന്ന കഴിഞ്ഞ ദിവസം, എന്നിട്ട് ആ സീറ്റിൻ്റെ മേലെ കയറിയിരുന്നപ്പോൾ ഇതിങ്ങനെ താഴുന്ന സമയത്ത് അതിൻ്റെ ടോപ്പ് ഒടിഞ്ഞു വീഴുന്ന നമ്മുടെ ആവനാഴിയിലെ അവസാനം ഒരു അമ്പ. ഇത് പോർട്ടബിളാണ് കേട്ടോ. കറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ചപ്പാത്തി അടി. അപ്പോൾ അത് ബേസിലേക്ക് പോകാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ പോകും കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ജർമ്മനി അടുപ്പിച്ച് കയറാനായി കേട്ടോ. ജർമ്മനി ബോർഡറാണ്. നല്ല മഴയാണ്, മഴ ഒരു കുറവുമില്ല കേട്ടോ. ഇപ്പോൾ ഉള്ള A12-ലാണ്. ജർമ്മനി കയറിയുള്ളൂ കേട്ടോ. റോഡ് മാറി, നല്ല കിൻഡല റോഡായി. നമ്മുടെ വേഗമെല്ലാം വണ്ടിയാണ് ഓവർടേക്ക് കയറുക കേട്ടോ. കാറെല്ലാം പോകുമ്പോൾ ഉണ്ടാവും വെള്ളം പോകുന്നത്. ഒരുമാതിരി ചാറി ഞങ്ങൾ പോകുന്നതുണ്ടോ, എന്ത് രസമാണ്. നമ്മുടെ അങ്ങനെ തന്നെ കേട്ടോ. നമ്മുടെ ഒത്തിരി ടയറുള്ളതുകൊണ്ടേ വെള്ളം ഇങ്ങനെ പാറി കിടന്നിട്ട്. നല്ല റോഡാണ്, നല്ല കിടില റോഡാണ്. ഇവിടെയുള്ള വണ്ടികൾ എല്ലാം ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് പോകും കേട്ടോ. അവർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം അവരാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ പെട്ടി ഓട്ടോറിക്ഷയൊന്നും വിളിച്ചിട്ടല്ല പോലെ. കാറിൻ്റെ ബേക്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു സാധനമൊക്കെ കെട്ടി വലിച്ച് അവർക്ക് വേണ്ടുന്ന സാധനം കൊണ്ടുപോകും. ഇത് തന്നെ പരിപാടി കേട്ടോ. അതൊരു വലിയ ട്രെയിലറിൻ്റെ നീളമുള്ള ഒരു സാധനമാണ്. ഒരു ബെൻസലാണ് കൊണ്ടുപോകുന്നത്. ഈ മുമ്പിൽ പോകുന്ന രണ്ടെണ്ണം ക്യാരവാനാണ് കേട്ടോ. ചെറിയ ക്യാരവാൻ, അതും പഴയ ക്യാരവാനാണ് കേട്ടോ, പുതിയതല്ല, പഴയ ക്യാരവാൻ. രണ്ടെണ്ണം പഴയതാ.
കാറയിൽ കെട്ടി വലിച്ചിട്ടാണ് കാരവാനം കൊണ്ട് പോകുന്നത്. ഇവിടെ അങ്ങനെയൊക്കെ നിയമപ്രകാരം കുഴപ്പമൊന്നുമില്ല. റോഡിന്റെ ആ സ്റ്റൈല് കണ്ടോ, എന്താ അടിപൊളി റോഡെന്ന് കണ്ടോ. അതാണ് ജർമ്മനി. വണ്ടിയെല്ലാം പറക്കുമെന്ന് കേട്ടോ. ഇതിലെ എല്ലാവരും ഓവർടേക്കാണ്. ഇത് 99 നമ്പർ റോഡാണ്. 8 നമ്പർ റോഡ് കയറിയാ വരുന്നത് കേട്ടോ. ഇത് എല്ലാവരും ഓവർടേക്ക് ആകും. അഥവാ ഇത് ഇവർ സ്ലോ ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഓവർടേക്ക് അടിക്കും കേട്ടോ. എത്ര റോഡെന്ന് നോക്കി. മുമ്പിൽ പോകുന്ന വണ്ടി ഒരു 84 പോകുന്നത്. അതാണ് സംഭവം ഈ ചവിട്ട് വരുന്നത്. ഇല്ല ഫുള്ള് ഇത് പാർക്കിംഗ് കേട്ടോ. അതും പാർക്കിംഗ്. അതുകൊണ്ടാണ് ചവിട്ട് വരുന്നത്. ഇല്ലെങ്കിൽ മാക്സിമം വണ്ടി ഓടി കയറും കേട്ടോ. അപ്പോൾ നമ്മൾ 82 നമ്മൾ ഓവർടേക്ക് അടിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ ഒരാക്കത്തിനെ കയറുള്ളൂ പിന്നെ വണ്ടി. നമ്മൾ ഓവർടേക്ക് അടിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവനും തിരക്കിട്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടോ സർവ്വസാധാരണ. മുമ്പിലൊരു 3 വണ്ടിയുണ്ട്. ആ വണ്ടിയാണ് പ്രശ്നം. ആർക്കും ദ്രോഹമാക്കൂല കേട്ടോ. നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അന്നേരം അടുത്ത ഇൻഡിക്കേറ്റർ ഇട്ട് ഇപ്പറേ കയറി അതിന് ശേഷം വീണ്ടും ഇൻഡിക്കേറ്റർ ഇട്ട് നമുക്ക് ഓവർടേക്ക് കയറാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കയറിപ്പോകും. ഇത് ഈ വരുന്ന ആമസോൺ പ്രൈമിൻ്റെ വണ്ടി കേട്ടോ. ആമസോണിന് വേണ്ടി ഡിസൈൻ ചെയ്ത വണ്ടിയാന്ന് തോന്നുന്നു. അതാ പോന്ന രസമുണ്ട്. ഫുള്ള് ലൈറ്റ്. മുമ്പിലൊരു മൊട്ട ലൈറ്റൊക്കെ ആയിട്ട് ഒന്നുമില്ല കേട്ടോ. ഇവിടെ ഫുള്ള് ഒരേ റോഡേ ഉള്ളൂ. നമ്മുടെ ഒരു പാർക്കിങ് ചെറിയ. നമ്മൾ ഇവനെ അടക്കം ഇപ്പം ഫോർഡിൻ്റെ പ്യൂമ എന്ന് പറഞ്ഞ വണ്ടി കേട്ടോ. ഇവനെ അടക്കം ഓവർടേക്ക് അടിക്കേണ്ട അവസ്ഥയായി. കാറുകാരൊക്കെ ചില സ്ഥലങ്ങളിൽ സ്ലോ ആവും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓവർടേക്ക് ചെയ്യും, അല്ലാണ്ട് വേറെ വഴിയില്ല. നമ്മൾ സ്പീഡ് കുറയാണ്ട് പരമാവധി സ്പീഡ് നിൽക്കും കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ടാക്ക പൊട്ടിയോണ്ട് ഭയങ്കര ഇപ്പോൾ ഫുൾ ടൈം റെസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുക. റെസ്റ്റിൽ പോകുമെന്നാണ് കാണിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഓരവസ്ഥ. റോഡ് പണിയുണ്ടോ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? അവിടെ എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ സൈഡിൽ. എന്താ പരിപാടി? എന്തോ കെമിക്കൽ ഇട്ടിട്ട് സൈഡിലത്തെ പുല്ലുകാണ്ട് കരിച്ചു കളയുന്നതാണോന്ന് അറിയില്ല. റോഡെന്നൊക്കെ പറഞ്ഞ ഇതാണ് റോഡ്. ട്രക്കെല്ലാം 100-120 വേണം പോകാൻ. പക്ഷെ ടയർ പൊട്ടി കളയും കേട്ടോ. അതുകൊണ്ടാണ് ടയറും വീലൊക്കെ ചൂടായി പോകും. കണ്ടമാനം ഇതിൽ വെടിയും പോയി ആക്കിയാലേ. കണ്ടോ ഇവിടെ കണ്ടോ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ട്രക്ക്. അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് വെക്കുവരും. അവിടെ നമ്മൾ ചെയ്യാൻ പാടില്ല. താഴെക്കൂടെ കണ്ടോ ട്രെയിൻ പോകുന്നത്. അതാ അപ്പുറത്തേക്ക് പോയത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് കണ്ടു കഴിഞ്ഞാൽ അത് പിടിക്കും കേട്ടോ. ചില സ്ഥലങ്ങളിൽ മാത്രം അത് മെൻഷൻ ചെയ്ത് വെക്കും. എല്ലായിടത്തും ഉണ്ടാവില്ല. ബാക്കിയുള്ളിടത്തൊക്കെ ഒരു ഇതായി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വെട്ടിയിടും. ആ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോവാം. മഴ വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം കണ്ടോ പോകുന്നത്? എന്തോ ഒരു പൈപ്പും കയറ്റിയാണ് പോകുന്നത് വണ്ടി. അതെൻ്റെ പണിക്കാരാന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കാം. എന്ത് പുല്ലാന്ന് പറഞ്ഞാൽ ഇവിടെ പണിയെടുക്കുന്നവർക്ക് നല്ല ശമ്പളം ഉണ്ട് കേട്ടോ. ജർമ്മനിയൊക്കെ നല്ല മഴയാണ് വരാൻ പോകുന്നത്. നല്ല കീട്ടിലും മഴ കേട്ടോ. 8 നമ്പർ റോട്ടിൽ കയറി നമ്മളിപ്പോൾ. കീട്ടിലും മഴ വരുന്നുണ്ട്. ഇരുണ്ട് കൂടുന്നുണ്ടോ മുമ്പേശത്ത്? മഴേൻ്റെ ലക്ഷണമാണ് കേട്ടോ. ഫുള്ള് മഴയാണ്. യൂറോപ്പ് മൊത്തം മഴയാവാനാണ് സാധ്യത കണ്ടിട്ട്. കാരണം നമ്മൾ ഇറ്റലി മുതൽ വരുമ്പോൾ മുതൽ മഴയാണ്. ആ മുമ്പിൽ കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അത് സോളാർ പാനലാണ് കേട്ടോ. അത് വാളടിച്ച് ഇതായി. ഇത് മണ്ണിട്ട് വെച്ചിരിക്കുന്ന കേട്ടോ ഇത് മൊത്തം.
8 നമ്പർ റൂട്ടിലാണുള്ള പറക്കല വണ്ടികളൊക്കെ. പോകല വേണ്ട, എല്ലാവരും പറപ്പിലാട്ടാ. ഇതാ ഞാൻ പറഞ്ഞ സോളാർ. നമ്മുടെ നാട്ടിൽ മാരുതി കാർ പോലെയാണ് ഇവിടെ ബെൻസും BMW അങ്ങനെയുള്ള വണ്ടികളൊക്കെ കേട്ടാ. എന്താ അടിപൊളി റോഡെന്നുണ്ട്. ജർമ്മനി കയറി കഴിഞ്ഞാൽ വണ്ടി അനങ്ങൂല, അതേപോലത്തെ അടിപൊളി റോഡുകളാണ്. ബ്ലോക്ക് വന്നാൽ അതേപോലെ ബ്ലോക്കും. നമ്മുടെ മുമ്പിൽ ഒരു ഇറ്റലി വണ്ടിയാന്ന് കേട്ടോ. ഈ റോഡിൻ്റെ കളർ കണ്ടോ, ഒരുമാതിരി ചെറിയൊരു ചുമപ്പ് കളറ്. മൊത്തത്തിൽ കളറ് പല ടൈപ്പിലുള്ള കളറുകളുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഇറ്റലിയിൽ നിന്ന് ഞാൻ കണ്ടായിരുന്നു. നല്ലോണം അത്യാവശ്യം നല്ല ചുമപ്പുള്ള റോഡ്. ഇതൊരു ചെറിയൊരു ചുമപ്പ് കേട്ടോ. 8 നമ്പറാണ്. 8 നമ്പറിൽ 130 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇനി മഴയെല്ലാം ഒന്ന് മാറി വെറുതെ തരിശായി കിടക്കും കേട്ടോ സ്ഥലമെല്ലാം കൂടി. ഇനിയിപ്പോൾ അത് അല്ല, ഇനി കൃഷിയിലേക്ക് എത്തുന്ന ഭാഗങ്ങളാണ്. വലിയ താമസമില്ലാണ്ട് വരും. ഇവിടെ അതേപോലെ അവസ്ഥ. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ഇതിൻ്റെ സോളാർ പാനലിൻ്റെ ഇത് കേട്ടോ. എത്ര ഏരിയ എന്നുണ്ടോ സോളാർ പാനൽ. നീണ്ടു നിവർന്ന് നടക്കുക. ഇന്ത്യയിലും ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിൽ മറ്റേ രാജസ്ഥാനിൽ കാണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കറക്റ്റായിട്ട് അറിയത്തില്ല. വരുന്നുണ്ടോ ഓവർടേക്ക് അടിക്കുന്നുണ്ടോ? നമ്മൾ 85 പോകുന്ന വണ്ടീനെ ഈ ഓവർടേക്ക് അടിച്ച് പോകുന്നതെന്നായിരുന്നു. അവിടെ ഒരു പമ്പുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഒരു പമ്പുണ്ട്. നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കും, അവന് കയറി വരുവേ. കയറി വന്നിട്ട് നമുക്കൊരു ടാങ്ക്സ് ഉണ്ടാവും. ഇല്ല, ടാങ്ക്സ് ഇട്ടിട്ടില്ല. അവൻ ഏത് എവിടുത്തെ ആളാണെന്നറിയില്ല. ഇതാ അടുത്തൊരു പാർക്കിങ്. അല്ല, അടിപൊളി പാർക്കിങ്ങാണ്. ക്യാരവാൻ. ഇതാ കൃഷിസ്ഥലം കേട്ടോ. നല്ല കൃഷിസ്ഥലം ഇതാക്കി എല്ലാവരും ഉഴുതു മറിച്ച് കൃഷി തുടങ്ങി. കുറേ പേര് ഇപ്പം ഈ സമയത്ത് പുൽകൃഷിയാട്ടോ. നല്ല അടിപൊളി സ്ഥലമല്ലേ, കാണാൻ നല്ല അടിപൊളിയാണ്. നമ്മളിത് അത്യാവശ്യം കണ്ടിന്യൂസ് ഓടുന്ന ടൈമാട്ടോ ഇത്. 1400 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓടി കയറാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു 514 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ ബാലൻസ് ഓടാൻ വേണ്ടി. ഇവരെല്ലാം ഇവിടെ ഈ സൈഡെല്ലാം ചെയ്തിട്ടിരിക്കുന്നുണ്ട്. എല്ലാം എന്താ അടിപൊളിയായിട്ടാണ്. വൃത്തിയും മെനക്കും. അവർ ഈ റോഡ് സൈഡിൽ ഈ പുല്ല് വരെ വെട്ടാൻ ആൾക്കാർ വരും കേട്ടോ. ഒരു പരിധി കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ ഈ പുല്ല് വെട്ടാൻ ആൾക്കാർ വരും. അപ്പോൾ അത് വന്നിട്ട് ഈ സൈഡ് റോഡ് ബ്ലോക്ക് ആക്കും കേട്ടോ. ബ്ലോക്ക് ആക്കിയിട്ട് ആണ് ഒരു മെഷീൻ വെച്ചിട്ട് തന്നെ, വണ്ടിയിൽ മെഷീനറീസ് ഉണ്ടാവും, അത് വെച്ചിട്ടാണ് വെട്ടി ഫുള്ള് എടുത്തിട്ട് അവർ വണ്ടിയിൽ തന്നെ സാധനം കൊണ്ടുപോകും കേട്ടോ. ടാക്കോ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. ടാക്കോ ഇപ്പോഴും നമ്മൾ ഓടുന്ന സമയം മാത്രമേ കാണിക്കുന്നുള്ളൂ. റെസ്റ്റ് എടുക്കാനോ ഒന്നും കാണിക്കുന്നില്ല. എന്താണെന്നറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഓടുന്നത്, അതുകൊണ്ട് എനിക്കും വലിയ ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ 9 മണിക്കൂർ റെസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 9 മണിക്കൂർ റെസ്റ്റ് എടുക്കാനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ റെസ്റ്റ് എടുത്താലേ കാര്യമുള്ളൂ കേട്ടോ. എന്നാലും മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കൃഷിസ്ഥലമാണ്. നല്ല അടിപൊളി കൃഷിസ്ഥലം കേട്ടോ. ഉഴുത് മറിച്ചിട്ടിരിക്കുക. കൃഷിസ്ഥലം ഒരു സംഭവമാണ് കേട്ടോ. ഇവരുടെ എല്ലാ ലെവല് സ്ഥലമാണ്. കുറേ ഈ മലകൾ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇതേപോലെ ലെവല് സ്ഥലങ്ങളാണ്. എവിടെ നോക്കിയാലും കൃഷിയായിരിക്കും. ഇപ്പോൾ അല്ല, ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇനിയും കണ്ടമാനം കൃഷിയാകുന്ന സമയമുണ്ട്. നമ്മളിവന് ഓവർടേക്ക് അടിക്കും കേട്ടോ, അല്ലാണ്ട് രക്ഷയില്ല. നമ്മൾ സ്ലോ 83 84 ആയിരിക്കും. ഇവിടെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ മറ്റോ ബേക്ക് വരുന്നത് അപ്പുറം ഇൻഡിക്കേറ്റർ ഇട്ട് മാറി നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്ക്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ്. ഇത് ക്യാമറ വണ്ടി കേട്ടോ. ഓവർടേക്ക് കയറി. നേരത്തെ നമ്മളെ ഓവർടേക്ക് കയറാൻ വേണ്ടി അടുത്ത ടീം ഉണ്ടായിരുന്നു, അവർ ഓവർടേക്ക് കയറി പോവുക കേട്ടോ. അടിപൊളി സ്ഥലം. വിൻഡ് മില്ല് കേട്ടോ, വിൻഡ് മില്ല്. അതിൻ്റെ ഒരു ഫാൻ ഒടിഞ്ഞു പോയിട്ടുണ്ടല്ലോ.
അതിൻ്റെ ടോപ്പിൽ ഫാനില്ല കേട്ടോ. എന്ത് ചെയ്യുമ്പോൾ ഒടിഞ്ഞു പോയതായിരിക്കും ചിലപ്പോൾ. പിന്നീട് അവർ സെറ്റാക്കിയിട്ടില്ല. ഇവിടെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഈ ഫാനൊന്നും ഇല്ലാണ്ട്. നമ്മുടെ നാട്ടിലെ സെറ്റപ്പാണല്ലോ. ഇതാ സ്ഥലം കാലിയാക്കിയിട്ടിരിക്കുന്നു, വൃത്തിയാക്കിയിട്ടിരിക്കുന്നു കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു പുൽകൃഷിയാണെന്ന് തോന്നുന്നു. എന്താ 8-ാം നമ്പർ റോഡാണ്. എന്താ അടിപൊളിയായിട്ടാണ് കിടക്കുന്നത് നോക്കിയാൽ. ഒരു കച്ചറ ഉണ്ടോ നോക്കിയാൽ സൈഡിൽ. അതാണ് മെയിൻ റോഡിൽ കയറി ഇതേപോലെ സ്റ്റിയറിംഗ് കൈ പിടിച്ചോണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്നോളാം. വലിയതും ചവിട്ടോ കുത്തോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയുള്ള വണ്ടിക്കാർ അധികം ബ്രേക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. വരുന്ന ഒരുമാതിരി പരമാവധി സ്പീഡാക്കി അവരങ്ങ് പോകും കേട്ടോ. അല്ലാണ്ട് ചന്നം പിന്നെ നമ്മുടെ നാട്ടിൽ എപ്പോഴും നമ്മളെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും ഏത് സമയത്തും വണ്ടി ചവിട്ട് വരും. ഇവിടെ അങ്ങനെ ഇല്ല. ഞാനിവിടെ വന്നിട്ട് വണ്ടി ഓടിക്കാൻ പറഞ്ഞിട്ട് ഒരു 3-4 പ്രാവശ്യം മാത്രമേ സഡൻ ബ്രേക്ക് അടിച്ചിട്ടുള്ളൂ. അല്ലാത്ത സമയത്തൊന്നും അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എല്ലാവരും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ഡ്രൈവറാട്ടാ എല്ലാവരും. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. നമുക്ക് ആ പാർക്കിങ്ങിലൊന്ന് കയറാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിടാണ്ട്. അതുകൊണ്ട് അവിടെ ഒന്ന് കയറാൻ വേണ്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാർക്കിങ്ങിൽ കയറി, പാർക്കിങ്ങിൽ ഫുള്ളായി പോയി കേട്ടോ. അതുകൊണ്ട് ഇവിടെ അടുത്ത പാർക്കിങ് കയറി. ഇതാ ഇവിടെ ഒരു പാർക്കിങ്ങിൻ്റെ ബോർഡ് കാണുന്നുണ്ട്. നമ്മൾ ചോറിട്ടിട്ടുണ്ട് കേട്ടോ ഉച്ചക്കത്തേക്കുള്ള. ഇനിയിപ്പം ഓടാൻ അധികം സമയമില്ല. ഇനിയിപ്പോൾ കുറച്ച് സമയം ഓടാനുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ പോയി സൈഡാക്കാനുള്ള സമയമുള്ളൂ കേട്ടോ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പോയ ബോഷിൻ്റെ ആ പാലം കേട്ടോ. കഴിഞ്ഞ ദിവസം ഈ റോഡ് വഴിയാണ് പോയത് നമ്മൾ. 8-ാം നമ്പർ റോഡ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുകയാണ്. ഭക്ഷണം കഴിച്ച് കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ 21 മിനിറ്റായി. ഇനിയിപ്പം ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടുത്തെ വേസ്റ്റൊക്കെ കളയുന്ന സ്ഥലം കേട്ടോ. ഈ മഞ്ഞ കളർ അതൊരു വലിയൊരു കുഴി പോലത്തെ ഒരു സംഭവം. അതിനകത്തോട്ടാണ് നമ്മൾ ഇടൽ. ഇത് നമ്മുടെ 8-ാം നമ്പർ റോഡ്. അപ്പോൾ ഇത് പാർക്കിംഗ് കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഇതിനെ കൊണ്ട് സൈഡാക്കിയാണ് വെച്ചിരിക്കുന്നത്. ശരിക്കും വണ്ടി ഇടണ നേരെ ഇവിടുന്ന് നേരെ മുന്നോട്ടാണ് കേട്ടോ. അത് ഇട്ടിട്ടില്ല. ഞാൻ ഈ സൈഡിൽ കൊണ്ട് വെക്കുന്നത്. ഇവിടെ വെച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കിവിടെ വണ്ടി വെക്കാം കേട്ടോ. ചുറ്റും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വണ്ടി എടുക്കും കേട്ടോ. ഇനി ഒരു 1:50 മിനിറ്റും കൂടി ഓടാനുണ്ട്. നമുക്ക് ഇത് ഒരാഴ്ച വർക്ക് ചെയ്യേണ്ട സമയമാണ് കേട്ടോ. ഇപ്പം നമ്മൾ 35 മണിക്കൂറും 45 മിനിറ്റും വർക്ക് ചെയ്തു. ഏകദേശം 36 മണിക്കൂർ. ഇനി നമുക്ക് ഈ ആഴ്ച വർക്ക് ചെയ്യാൻ പറ്റുന്ന 9 മണിക്കൂർ 32 മിനിറ്റേ ഉള്ളൂ. എന്നാലും 45 മണിക്കൂർ ഡ്യൂട്ടി ആകും കേട്ടോ. ഇതുണ്ട് ഇപ്പുറത്തെ സൈഡിൽ കാണുന്നതാണ് 45 മണിക്കൂർ. അത്ര മണിക്കൂർ നമുക്ക്, അതായത് ഈ ആഴ്ച 45 മണിക്കൂറും 17 മിനിറ്റും കണ്ട് മാക്സിമം കാണിക്കുന്നത്. 9 മണിക്കൂറും 32 മിനിറ്റും ബാലൻസ് നമുക്ക് ഡ്യൂട്ടി എടുക്കാനുണ്ട്. അടിയിൽ 2 ആഴ്ചത്തെയാണ് കേട്ടോ. 2 ആഴ്ചത്തേന്ന് പറയുമ്പം ഏകദേശം 80 മണിക്കൂറും 28 മിനിറ്റുമായി ഈ ഫസ്റ്റ് കാണുന്നത്. രണ്ടാമത്തേത് 9 മണിക്കൂറും 32 മിനിറ്റും കൂടി ഇനി നമുക്ക് ഡ്യൂട്ടി എടുക്കാനുള്ള സമയമുണ്ട്. ഇത് മാക്സിമം 2 ആഴ്ച 90 മണിക്കൂറേ നമുക്ക് ഡ്യൂട്ടി എടുക്കാൻ പറ്റുള്ളൂ. ഏകദേശം അത് ഇപ്പോൾ 89% 2 ആഴ്ചത്തെ. ഒരാഴ്ചത്തെ ഡ്യൂട്ടി എടുക്കാൻ പറ്റുന്ന സമയം മാക്സിമം ഉള്ളതിൽ 78% കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ 2 മണിക്കൂർ കൂടെ എടുക്കാം. അപ്പം നാളെ 9.5 മണിക്കൂറില്ല, 2 മണിക്കൂർ എടുത്താൽ നാളെ 7.5 മണിക്കൂർ വണ്ടി ഓടിയിട്ട് 45 മണിക്കൂർ റെസ്റ്റിലേക്ക് പോകണം കേട്ടോ. നമ്മൾ ഇറങ്ങി കേട്ടോ. ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങി റോട്ടിലുണ്ട്. ഇനിയിപ്പോൾ ആപ്പാടെ ഒരു 1.25 മണിക്കൂർ നമുക്ക് ഓടാണ്ട് വണ്ടി. അതുകൂടി ഓടിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഡ്രൈവിംഗ് ടൈം ഏകദേശം കംപ്ലീറ്റ് ആകും കേട്ടോ. ഈ ആഴ്ച മാക്സിമം ഡ്രൈവ് എല്ലാ ദിവസവും എടുത്തിട്ടുണ്ട് നമ്മൾ. എല്ലാ ദിവസവും തിങ്കളാഴ്ച മുതൽ ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്. ഇതുവരെ ഫുൾ വർക്കാണ് കേട്ടോ. തിങ്കളും ചൊവ്വയും 10 മണിക്കൂർ ഡ്യൂട്ടി. ബുധനാഴ്ച 9 മണിക്കൂർ. വ്യാഴാഴ്ച ഇന്നിപ്പോൾ 9 മണിക്കൂർ. നാളെ വെള്ളിയാഴ്ച ഒറ്റ ദിവസം ഓടാനുള്ളൂ കേട്ടോ. ഇത് കല്ലാട്ടോ, കല്ല്. നല്ല റോഡും വണ്ടിക്കാർ നല്ല ചവിട്ടും കേട്ടോ. ഒന്നിനൊന്നിനും വെച്ചാല്ലാരും ചവിട്ടെന്നൊക്കെ പറയാം. ഏതാ ചവിട്ടുന്നത് കേട്ടോ. 90 മേലെ ആയിരിക്കും ആകുമ്പോൾ വരുന്നത്. ഇപ്പോൾ ഇറക്കം എത്തുമ്പോൾ നമ്മളും പായും കേട്ടോ. ഊന്നോ
നമ്മൾ ലൈറ്റ് അടിച്ച് കൊടുക്കും, അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് കയറും. കയറി വരുന്നില്ല, എന്നാന്ന് അറിയത്തില്ല. എട്ടാം നമ്പർ ബ്ലോക്ക് അടിച്ച ചേട്ടാ, നമ്മൾ ബ്ലോക്കിൽ കിടക്കുക. ഇത്രയും ദൂരം ബ്ലോക്ക് കിടക്കുക. വീണ്ടും പറയാം, ഈ സാധനം ഉപയോഗിക്കുന്ന ഇതിനു വേണ്ടിയാണ് കേട്ടോ, ബ്ലോക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. റോഡ് പണിയാണ്, രണ്ട് സൈഡും ബ്ലോക്കാണ് കേട്ടോ. ഏകദേശം രണ്ട് സൈഡും നല്ല ബ്ലോക്കാണ്. ഇതിൻ്റെ മേലെ വലയെല്ലാം വലിച്ചു കെട്ടിയിട്ടുണ്ട്, അതെന്തിനാന്ന് അറിയില്ലല്ലോ. വലയെല്ലാം വലിച്ചു കെട്ടിയിട്ട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, എന്തിനാണെന്ന്. ഇതാ നമ്മൾ നേരത്തെ കണ്ട ബ്ലോക്കായി കിടക്കുന്ന കേട്ടോ. എത്ര സമയം എന്നറിയാം, ഒരു 3-4 കിലോമീറ്റർ ആയിട്ട് ഈ കിടപ്പാ കേട്ടോ. ഇതാണ് ജർമ്മനീൻ്റെ കോണം. ബ്ലോക്ക് അടിച്ചാൽ ഒരുമാതിരി അടിയാട്ടാ. ഇതേപോലെ ഞാനും കിടന്നിട്ടുണ്ട് കേട്ടോ. 6.5 മണിക്കൂറിനടുത്ത് ബ്ലോക്കിൽ പെട്ട് കിടന്നിട്ടുണ്ട് ഞാനും. അതും മുഞ്ച സൈഡാട്ടോ, 93 നമ്പർ റോട്ടിൽ ഞാനും ഇതേപോലെ ബ്ലോക്ക് അടിച്ച് കിടന്നിട്ടുണ്ട് ഒരു 6.5 മണിക്കൂർ. അന്ന് എൻ്റെ ടാക്കോ ഒക്കെ അന്ന് ആദ്യമായിട്ട് പൊട്ടുന്ന ഒന്നാണ് കേട്ടോ. ടാക്കോ ബ്ലോക്ക് വന്നു കഴിഞ്ഞാണല്ലോ ഭയങ്കര ചൊറയാണ്. അത് അന്ന് ടാക്കോ പൊട്ടുമല്ല, ആദ്യമായിട്ട് എനിക്ക് ആ 500 യൂറോ ഫൈൻ കിട്ടിയില്ലേ, അതങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ മറ്റേ ഓസ്ട്രേലിയ കയറി, ഓസ്ട്രേലിയയിൽ നിന്ന് പാർക്കിങ് സ്ഥലമില്ല, എല്ലാവരും കൊണ്ടുപോയിട്ട് 6.5 മണിക്കൂറത്തെ ബ്ലോക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും നേരെ കൊണ്ട് എല്ലാ പാർക്കിങ്ങുകളും കയറ്റി, എല്ലാ പാർക്കിങ്ങുകളും ഫുള്ളായി കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഓടി ലാസ്റ്റ് കൺട്രോളിൽ ചെന്നത്തേക്കും 8:15 കണ്ടായി. 8 മണിക്ക് ശേഷം അവിടെ ബ്ലോക്കായിരുന്നു. 500 യൂറോ കേട്ടോ ഫൈൻ. അവർ പറഞ്ഞു ഓസ്ട്രേലിയയിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഓസ്ട്രേലിയ അല്ല, ഇത് നിങ്ങൾ ജർമ്മനിയിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്തു തരാൻ പറ്റൂലെന്ന് പറഞ്ഞു. വീടുകൾ ഇതേപോലെ ഇവർ കൂട്ടം കൂടിയിട്ടേ വീട് വെക്കുള്ളൂ കേട്ടോ. എല്ലാവരും കണ്ടു ഇങ്ങനത്തെ സാധനം കൊണ്ടാണ് പോകുന്നത്. മുമ്പിൽ പോകുന്ന വണ്ടിയും ഈ വണ്ടിയും എല്ലാവരും അവർക്ക് വേണ്ടുന്ന സാധനം സ്വന്തം കൊണ്ടുപോകുക കേട്ടോ. പെട്ടി ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോകുന്ന പരിപാടിയൊന്നും ഇല്ല ഇവിടെ. പിന്നെ ബാക്കി മൂവ്മെൻ്റൊക്കെ പരമാവധി ട്രെയിലറിലും. അതാണ് നമ്മുടെ വണ്ടീൻ്റെ കുണം കണ്ട, അടിക്കുന്ന അടി കണ്ട, പുഷ്പം പോലെ പോവുക. 520 കുണം ഇതൊക്കെ. റെനോൾട്ടാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ഇറങ്ങുന്ന ഏറ്റവും നല്ലോണം വലി കൂടിയ വണ്ടി റെനോൾട്ട് 520 കേട്ടോ. നമ്മളിപ്പോൾ 5-ാം നമ്പർ റോട്ടിലേക്ക് കയറി കേട്ടോ. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരാനിരിക്കുന്ന ആളുകളൊന്നും ഈ തലങ്ങും കയറുന്ന കണ്ട് ആരും പേടിക്കണ്ട. കാരണം ഫുള്ള് മാപ്പേ നോക്കി മാത്രം പോയാൽ മതി. നമ്മൾ ഇന്ന റോഡ് കറക്റ്റായിട്ട് അറിയണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. റോഡ് നോക്കുക പോവുക, റോഡ് നോക്കുകയല്ല, മാപ്പ് നോക്കുക പോവുക കേട്ടോ. വണ്ടി നല്ല ചവിട്ടായിരിക്കും, അത് ശ്രദ്ധിച്ചോളൂ, അത്ര തന്നെ. ഇതൊക്കെ പോക്കണ്ട. ഇതാ എവിടുന്ന് വരുന്നുണ്ടോ പറഞ്ഞോ. വണ്ടിക്കാർ അത്യാവശ്യം നല്ല ഗിയർ കയറും കേട്ടോ. ഫ്രീസറുകാരൊക്കെയാണ് നല്ല ചവിട്ടുകാരാ. അത് അവന് സ്ഥലം കൊടുക്കാൻ നമുക്കൊരു ഓപ്ഷൻ ഇല്ല, അതിൽ ഉണ്ടെങ്കിൽ കൊടുത്താനേ ഇവൻ നിൽക്കുന്നോണ്ടേ. നമ്മുടെ നാട്ടിൽ ഈ അപ്പൂപ്പൻ താടി പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ. അത് ഇവിടെ ഉണ്ട്, കണ്ടമാനം പാറ നടക്കുന്നുണ്ട്, ഒരുപാട് ഈച്ചയൊക്കെ നടക്കുന്ന പോലെ. കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. അത് ഇതായിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടീൻ്റെ ഗ്ലാസ് ഒന്നും താത്തിടാൻ പറ്റില്ല, ഫുള്ള് കച്ചറ വന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറും. അപ്പം പിന്നെ നമ്മളെപ്പോഴും പാർക്കിംഗ് AC അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആണ് ഇരിക്കല്. ഇത് ജോൺ ഡിയർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് കേട്ടോ.
കമ്പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്പനിയാണ്. ഇത് ക്യാബിനാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മൊത്തം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീണ്ടും ബ്ലോക്കിൽ പെട്ടു. ഇതും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ബ്ലോക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ജോൺ ഡീറിൻ്റെ ട്രാക്ടറാണ് കേട്ടോ. ട്രാക്ടറിൻ്റെ ക്യാബിനായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭയങ്കര കമ്പനിയാട്ടോ അത്. ഇതുണ്ടോ, ഇവിടെ എല്ലാം പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി. നേരത്തെ ഇവിടെ പുല്ലുണ്ടായിരുന്നു, അതെല്ലാം പുല്ല് വെട്ടി മെഷീൻ വെച്ചിട്ടാണ് വെട്ടുന്നത്, മനുഷ്യന്മാരൊന്നും അല്ല. ഒരു അടിപൊളി വണ്ടി വരുന്നു. ഒരു വോൾവാണ്. ബേക്കിൽ എന്തെല്ലോ കെട്ടി വലിച്ചോണ്ടോ. എന്താ ഗ്ലാസ്സാ. ഇതേപോലെയൊക്കെ ഉണ്ടോ, ഇഷ്ടം പടി കാണാനുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള വണ്ടികൾ. ഇതിപ്പോൾ ഞാനൊരു പാർക്കിൽ കൊണ്ട് വെച്ചാ കേട്ടോ വണ്ടി. ഇതിനകത്ത് വെക്കാൻ പറ്റ പാട്. ഞാൻ ഈ വണ്ടി ഈ മുമ്പിലാണ് വെച്ചിരുന്നത്. പാർക്കിംഗ് ഇല്ലായിരുന്നു കേട്ടോ. പാർക്കിംഗ് ഭയങ്കര ടൈറ്റ്. ഞാനിപ്പം പറഞ്ഞില്ല, ഇവിടെ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഭയങ്കര. എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വണ്ടി ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് വെച്ചു. അപ്പം എൻ്റെ മുമ്പിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പം ഈ പാടൊക്കെ ഞാൻ വന്നു കേട്ടോ. അപ്പം ആ കട്ടിങ്ങിൻ്റെ ഒക്കെ മേലെ കയറ്റിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. വേറൊരു ഉക്രൈനി ഉണ്ടായിരുന്നു സഹായിക്കാൻ. അപ്പം ഞാൻ നേരെ ഇതിൻ്റെ ബാക്കോട്ട് വെച്ചിട്ട് മാട്ടക്കൂടൊക്കെ കയറ്റി അങ്ങനെയൊക്കെ ദൈവം സഹായിച്ച് കൊണ്ട് സൈഡാക്കി വെച്ച് കേട്ടോ. എന്തോ വായും രക്ഷപ്പെട്ടു പോയി. ചില സമയത്ത് ജർമ്മനിയൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് ഒക്കെ വളരെ ശോകമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇതുണ്ടോ അത്രയ്ക്ക് പാർക്കിംഗ് ടൈറ്റാണ് കേട്ടോ ഇവിടെ. എന്താ വണ്ടി എത്രയോ വന്ന് പോകുന്നതുണ്ടോ. ഇപ്പോൾ വന്ന് സൈഡാക്കിയ വണ്ടിയാണ്. അങ്ങനെ നമ്മുടെ ഇറ്റലി ബെൽജിയം ട്രിപ്പിൻ്റെ ഒരു പാർട്ടും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ 2 പാർട്ടായി. മൊത്തം 3 പാർട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 പാർട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഒരു പാർട്ട് കൂടി ഉണ്ട്, 3ാമത്തെ പാർട്ട്. അതും എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ കൂടിക്കോ. നല്ലൊരു വീഡിയോയും പരിപാടിയൊക്കെ ആയിട്ട് വരാൻ കേട്ടോ. അപ്പോൾ ശരി.